ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് എറൗണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫ്രേസൽ വെർബുകൾ പഠിക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രേസൽ വെർബാണ് ആസ്ക് എറൗണ്ട്. ഒത്തിരിയേറെ ആളുകളിൽ നിന്ന് നമ്മൾ വിശദാംശങ്ങൾ തേടുമ്പോഴേക്കും അതിനെയാണ് ആസ്ക് എറൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വെർബിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിന്റെ സെന്റൻസിലുള്ള ഉപയോഗം നമുക്ക് നോക്കാം. He was asking around if someone had seen his dog. He was asking around if someone had seen his dog. അതായത് അവന് പട്ടിയെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ ആ നഷ്ടപ്പെട്ട പട്ടിയെ കണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളോടും ചോദിച്ചു. അതാണ് ആസ്കിങ് അറൗണ്ട് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹി വാസ് ആസ്കിങ് അറൗണ്ട് ഇഫ് സംവൺ ഹാഡ് സീൻ ഹിസ് ഡോഗ്. എന്റെ ബാഗ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ നഷ്ടപ്പെട്ട ബാഗിന് വേണ്ടി ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ ആരും അത് കണ്ടില്ല, ആർക്കും അത് കിട്ടിയില്ല. അപ്പൊ അതെങ്ങനെ സെന്റൻസ് നമ്മൾ പറയും? ഐ ആസ്ക്ഡ് അറൗണ്ട് ബട്ട് നോബഡി ഹാഡ് ഗോട്ട് മൈ ബാഗ്. ഐ ആസ്ക്ഡ് അറൗണ്ട്, ഞാൻ എല്ലാവരോടും ഇൻഫർമേഷൻ കിട്ടുമെന്ന് അന്വേഷിച്ചു. ബട്ട് നോബഡി ഹാഡ് ഗോട്ട് മൈ ബാഗ്, പക്ഷെ ആർക്കും എന്റെ ബാഗ് കിട്ടിയില്ല. എന്തെങ്കിലും ഒരു സാധനം കിട്ടി, അപ്പൊ ചുറ്റും എല്ലായിടത്തും അന്വേഷിച്ചെടുത്ത് ആരെയാണെന്ന് കണ്ടുപിടിക്കൂ എന്നെങ്ങനെ നമ്മൾ എങ്ങനെ ചോദിക്കും? ആസ്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഹൂസ് ഇറ്റ് ഈസ്. ആസ്ക് അറൗണ്ട് ആൻഡ് ഫൈൻഡ് ഹൂസ് ഇറ്റ് ഈസ്. അത് എല്ലായിടത്തും ചുറ്റി കിടന്ന് ഇത് ആരുടെയാണെന്ന് ചോദിക്കൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഒത്തിരിയേറെ സ്ഥലങ്ങളിലേക്ക് ചുറ്റിക്കറങ്ങി പോകുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ഗെറ്റ് അറൗണ്ട്. ഗെറ്റ് അറൗണ്ട്. അപ്പൊ ഈ ഗെറ്റ് അറൗണ്ട് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹി ഈസ് ഗെറ്റിംഗ് അറൗണ്ട് ടു വിസിറ്റ് മെനി കൺട്രീസ്. ഹി ഈസ് ഗെറ്റിംഗ് അറൗണ്ട് ടു വിസിറ്റ് മെനി കൺട്രീസ്. അപ്പൊ ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി അവനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണെന്നാണ് ഇതിന്റെ അർത്ഥം. അവൾക്ക് എല്ലായിടത്തും ചുറ്റിക്കറങ്ങാനായിട്ട് പോകണം, പക്ഷെ അതിനൊരു കാറ് വേണം. അപ്പൊ ഇതെങ്ങനെ ചോദിക്കും? ഷീ നീഡ്സ് എ കാർ ടു ഗെറ്റ് അറൗണ്ട്. ഷീ നീഡ്സ് എ കാർ ടു ഗെറ്റ് അറൗണ്ട്. എല്ലായിടത്തും ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിന് എന്റെ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെങ്ങനെ പറയും? മൈ ഗ്രാൻഡ്മ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അറൗണ്ട് നവഡേയ്സ്. മൈ ഗ്രാൻഡ്മ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അറൗണ്ട് നവഡേയ്സ്. ഈ ദിവസങ്ങളിലൊക്കെ എന്റെ അമ്മൂമ്മയ്ക്ക് ചുറ്റിക്കറങ്ങാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി ഒത്തിരി ബിസി ആയിരിക്കുക, എപ്പോഴും ബിസി ആയിരിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് റൺ അറൗണ്ട്. റൺ അറൗണ്ട്. അപ്പൊ ഈ റൺ അറൗണ്ട് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. നോ വൺ നോട്ടീസ്ഡ് ദാറ്റ് ഷി വാസ് റണ്ണിങ് അറൗണ്ട് ഫോർ മെനി ഡേയ്സ്. നോ വൺ നോട്ടീസ്ഡ് ദാറ്റ് ഷി വാസ് റണ്ണിങ് അറൗണ്ട് ഫോർ മെനി ഡേയ്സ്. അവൾ ഒത്തിരി ദിവസമായിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് നടക്കുകയാണെന്നുള്ള കാര്യം ആരും നോട്ടീസ് ചെയ്തില്ല, അതായത് ശ്രദ്ധിച്ചില്ല എന്നാണ്. നോ വൺ നോട്ടീസ്ഡ് ദാറ്റ് ഷി വാസ് റണ്ണിങ് അറൗണ്ട് ഫോർ മെനി ഡേയ്സ്. ഹി സ്പെൻഡ് ഓൾ ഡേ റണ്ണിങ് അറൗണ്ട് ആഫ്റ്റർ ദ ഫാമിലി. ഹി സ്പെൻഡ് ഓൾ ഡേ റണ്ണിങ് അറൗണ്ട് ആഫ്റ്റർ ദ ഫാമിലി. അതായത് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എപ്പോഴും ബിസി ആയിട്ട് നടക്കുകയായിരുന്നു അവൻ. അതാണ് ഇതിനർത്ഥം. റണ്ണിങ് അറൗണ്ട്, ബിസി ആയിട്ട് നടക്കുകയായിരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ, അതായത് വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എവിടേക്കെങ്കിലും പോകണമെന്ന് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ വെറുതെ നടക്കുന്നതിനെയാണ് വാക്ക് അറൗണ്ട് എന്ന ആ ഒരു ഫ്രേസൽ വെർബിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ വാക്ക് അറൗണ്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വി were walking around for many hours. We were walking around for many hours. ഒത്തിരി മണിക്കൂറുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ, ഒരു ഡെസ്റ്റിനേഷനെ കുറിച്ചൊരു ചിന്തയുമില്ലാതെ ഒത്തിരി മണിക്കൂറുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. We were walking around for many hours. The old man and his wife walked around the village for some relief. The old man and his wife walked around the village for some relief. അതായത് കുറച്ച് ആശ്വാസത്തിന് വേണ്ടി, റിലീഫിന് വേണ്ടിയിട്ട് ഓൾഡ് മാൻ, വയസ്സായ ആളും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി വെറുതെ
ചുറ്റിക്കറങ്ങി നടന്നു, വെറുതെ നടന്നു. ഓൾഡ് മാനും അദ്ദേഹത്തിന്റെ വൈഫും കൂടി വെറുതെ, ഒരു പ്രത്യേക ലക്ഷ്യവുമില്ല, വെറുതെ നടക്കാൻ വേണ്ടി നടന്നു എന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. അടുത്ത ഒരു ഫ്രേസൽ വെർബാണ് ബി അറൌണ്ട്. അതായത് ബി പ്രസന്റ്, എവിടെയെങ്കിലും നമ്മുടെ സാന്നിധ്യം അറിയിക്കുക, നമ്മൾ അവിടെ ഉണ്ട് എന്ന് അറിയിക്കുക, എവിടെയെങ്കിലും ആയിരിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ബി അറൌണ്ട്. അപ്പൊ ബി അറൌണ്ട് എങ്ങനെ സെന്റൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ ഐ വിൽ ബി അറൌണ്ട്. ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ, നിനക്ക് എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അതാണ് ഐ വിൽ ബി അറൌണ്ട്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ ഐ വിൽ ബി അറൌണ്ട്. ഐ വിൽ ബി അറൌണ്ട് ഫോർ അനദർ അവർ. ഐ വിൽ ബി അറൌണ്ട് ഫോർ അനദർ അവർ, അതായത് അടുത്ത 1 മണിക്കൂർ കൂടി ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. അതായത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല, എന്റെ സാന്നിധ്യം അടുത്ത 1 മണിക്കൂർ കൂടി ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഇതിനർത്ഥം. ഏറ്റവും അവസാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് ബോസ് അറൌണ്ട്. ബോസ് അറൌണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ. അതായത് ഒരു ബോസ് എന്താ ചെയ്യുന്നത്, സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകളോട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പൊ അതുപോലെ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ് ഇതിന് ബോസ് അറൌണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ബോസ് അറൌണ്ട് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഹി ഹാസ് ബീൻ ബോസിങ് അറൌണ്ട് ഓൾ മോർണിംഗ്. ഹി ഹാസ് ബീൻ ബോസിങ് അറൌണ്ട് ഓൾ മോർണിംഗ്. അപ്പൊ രാവിലെ മുഴുവനും അയാൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹി ഹാസ് ബീൻ ബോസിങ് അറൌണ്ട് ഓൾ മോർണിംഗ്. Nobody wants to be bossed around by others. Nobody wants to be bossed around by others. അതായത് മറ്റുള്ളവര് എന്ത് ചെയ്യണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, അല്ലെ? എല്ലാവർക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Nobody wants to be bossed around by others. David complained that his elder sister was bossing him around. David complained that his elder sister was bossing him around. അതായത് തന്റെ മൂത്ത സഹോദരി എപ്പോഴും ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാണ് ആര് കംപ്ലൈന്റ് ചെയ്തത്? ഡേവിഡ് കംപ്ലൈന്റ് ചെയ്തത്. അപ്പൊ ഡേവിഡിന്റെ കംപ്ലൈന്റിന് കാരണമായത് എൽഡർ സിസ്റ്ററിന്റെ ഈ ബോസിങ് അറൌണ്ട് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മള് അറൌണ്ട് ചേർത്തിട്ടുള്ള ഫ്രേസൽ വെർബുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇത് നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുക. വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.